ഭക്ഷണവും വെള്ളവും കൃത്യമായി കഴിക്കാതെയും മുഷിഞ്ഞ വസ്ത്രവുമായി മെലിഞ്ഞുണങ്ങിയ മോഹൻ എന്ന വ്യക്തിയെ ചേർത്ത് നിർത്തി മല്ലപ്പള്ളി നെല്ലിമൂട് ശാലയം കാരുണ്യ ഭവൻ അധികൃതർ. കോവിഡിന് ശേഷം പുറംലോകം കാണാതെ കഴിഞ്ഞിരുന്ന മോഹനെയാണ് കരുണയുടെ കരവുമായി എത്തിയ ഈപ്പൻ ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘം കാരുണ്യയിലെത്തിച്ചത്. പുതുവർഷ പുലരിയിൽ 4 മാസം ഭക്ഷണം കഴിക്കാതെയും കോവിഡ് കാലം മുതൽ 4 വർഷം വീടിനുള്ളിൽ അടച്ചിട്ട് കഴിഞ്ഞിരുന്നതുമായ മോഹനന് ആണ് മോചനം ലഭിച്ചത്. കാരുണ്യത്തിന്റെ കരവുമായി എത്തിയ മല്ലപ്പള്ളി ശാലവും കാരുണ്യഭവൻ പ്രവർത്തകരാണ് 4 വർഷമായി ഭക്ഷണവും വെള്ളവും കൃത്യമായി കഴിക്കാതെ മുഷിഞ്ഞ വസ്ത്രവുമായി മെലിഞ്ഞ് ഉണങ്ങി വീടിനുള്ളിൽ കഴിഞ്ഞ മോഹനനെ രക്ഷപ്പെടുത്തിയത്. ചെന്നിക്കര പഞ്ചായത്ത് 13-ാം വാർഡിൽ ആരോരുമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാതെ മാസങ്ങളോളം വീട്ടിൽ കഴിഞ്ഞ മോഹനൻ എന്ന ആളെയാണ് മല്ലപ്പള്ളി കാരുണ്യഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി സംരക്ഷിത കേന്ദ്രമായ കാരുണ്യഭവനിൽ എത്തിച്ചത്. പരിസരവാസികളോടോ ബന്ധുക്കളോടോ സഹകരിക്കാതെ മാനസിക വെല്ലുവിളികൾ നേരിട്ട മോഹനൻ കോവിഡ് കാലത്താണ് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങിയത്. കോവിഡ് കാലത്ത് എല്ലാവരും വീട് അടച്ച് വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിൽ മോഹനൻ കോവിഡ് കാലം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ല. ഇടയ്ക്ക് വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമെങ്കിലും ആളുകളെ കണ്ടാൽ ഉള്ളിലേക്ക് വലിയും. കാരുണ്യഭവൻ പ്രവർത്തകർ എത്തിയപ്പോഴും ഈ രീതിയിലാണ് മോഹനനെ കണ്ടത്. നാട്ടുകാർ ആദ്യകാലങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വീടിന്റെ വാതിലിന് സമീപം വെക്കുകയായിരുന്നു പതിവ്. ആളുകൾ പോയി കഴിയുമ്പോൾ ഭക്ഷണമെടുത്ത് അകത്തു കൊണ്ടുപോകുന്ന മോഹനനെ കുറച്ചു ദിവസത്തേക്ക് പിന്നെ പുറത്തേക്ക് കാണില്ല. ഇടയ്ക്ക് തല പുറത്തേക്കിടുമ്പോൾ ഇത് കാണുന്ന നാട്ടുകാർ ഭക്ഷണം വീടിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 മാസമായി മോഹനെ പുറത്ത് കാണാതാവുകയും നാട്ടുകാർ ഭക്ഷണം നൽകാതെയും വന്നതിനെ തുടർന്ന് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ അന്നമ്മ ജിജി നടത്തിയ അന്വേഷണത്തിലാണ് മോഹനൻ വീടിനുള്ളിൽ ഉള്ള കാര്യം പുറത്ത് അറിയുന്നത്. തുടർന്ന് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഷംല ബീഗത്തെ അറിയിക്കുകയും ഷംല ബീഗത്തിന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ശാലോ കാരുണ്യഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാനെ അറിയിച്ചതിനെ തുടർന്ന് സഹപ്രവർത്തകരുമായി എത്തി മോഹനനെ ഏറ്റെടുത്തു കാരുണ്യഭവനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയും മുടിയും താടിയും വെട്ടിയും മാറ്റിയ മോഹനനെ ഡോക്ടർ പരിശോധിച്ച ശേഷം കാരുണ്യഭവനിലെ അംഗമാക്കി മാറ്റുകയായിരുന്നു. 200-ൽ പരം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പുനരധിവാസ കേന്ദ്രമാണ് മല്ലപ്പള്ളി ശാലോ കാരുണ്യഭവൻ. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രജിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന കാരുണ്യഭവന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹകരണത്തിലാണ്. വഴിയോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നവരെ സർക്കാർ ഏജൻസികളും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും കണ്ടെത്തി കൊണ്ടെത്തിക്കുന്നത് മല്ലപ്പള്ളി ശാലോ കാരുണ്യഭവനിലാണ്.